വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ കാൽവയ്പുമായി വിജയ കോളേജ്. ചിട്ടയായ പരിശീലനത്തോടെ ക്ലാസുകൾ മികവുറ്റതാക്കുന്നു. കൂടാതെ +1, +2, കൊമേഴ്സ്, ബികോം റെഗുലർ ക്ലാസുകളും വിദേശ വിദ്യാർത്ഥികൾക്കും സമീപ പ്രദേശത്തല്ലാത്തവർക്കും ഓൺലൈൻ ക്ലാസുകൾ നൽകുന്നതാണ്. 5 മുതൽ +2 വരെയുള്ള സ്റ്റേറ്റ് CBSE വിദ്യാർത്ഥികൾക്കുള്ള ട്യൂഷനുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് സിൻസ് 1960. ബസ് സ്റ്റാൻഡിന് സമീപം ചേലക്കര. തെക്കുംകര ഗ്രാമപഞ്ചായത്തിൽ നിർവഹണ സമിതി യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VC സജീന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഹരിതകർമ്മസേനാംഗങ്ങളെ സംബന്ധിച്ച് അതിന്റെ അളവും മറ്റു കാര്യങ്ങളൊക്കെ കുറവുണ്ടായി കഴിഞ്ഞപ്പോൾ വേസ്റ്റ് എടുത്തിട്ട് റോഡിലിടുന്ന പോലെയല്ല, ഇത് എവിടെയും ഇട്ടിട്ട് അതിന് 2-3 സാധനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ പൈസ ഹരിതകർമ്മസേനാംഗങ്ങളോടൊന്ന് അടക്കേണ്ടി വരും. അപ്പൊ അത് വളരെ സൂക്ഷ്മമായി ചെയ്യേണ്ട പ്രവർത്തിയാണ്. ആ ഒരു പ്രവർത്തനം നമ്മൾ നടത്തുന്നത്. അത് ഭംഗിയായി ആരംഭിച്ച എന്റെ യോഗം നമ്മൾ പഞ്ചായത്തിലെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം. മാർച്ച് 30 അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തിൽ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി തെക്കുംകര ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി നടത്തേണ്ട അടിയന്തര പ്രവർത്തനങ്ങൾ വാർഡുകളിൽ നടത്തുന്നതിനു വേണ്ടിയാണ് പഞ്ചായത്ത് തല നിർവഹണ സമിതി യോഗം ചേർന്നത്. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സബിത സതീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ AR കൃഷ്ണൻകുട്ടി, K രാമചന്ദ്രൻ, ഐശ്വര്യ ഉണ്ണി, PS റഫീഖ്, PT മണികണ്ഠൻ, ശാന്ത ഉണ്ണികൃഷ്ണൻ, ഷൈബി ജോൺസൺ, ബീന കുര്യൻ, ലീന റജി, സിന്ധു രാജീവ്, VS ഷാജു, C സുരേഷ്, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ TN ബിന്ദു, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി A മനോജ് കുമാർ, തെക്കുംകര കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ PP രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. മറ്റ് ഘടക സ്ഥാപന മേധാവികൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ, ആശാ വർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. 2025 മാർച്ച് 12-ാം തീയതിക്കകം എല്ലാ വാർഡുകളിലെയും സാനിറ്റേഷൻ കമ്മിറ്റികളും വാർഡ് തല നിർവഹണ സമിതി യോഗങ്ങളും അടിയന്തരമായി ചേരാൻ യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, വടക്കാഞ്ചേരി.